ചരിത്രത്തിലാദ്യമായി നമുക്ക് പകരം വയ്ക്കാവുന്ന ഒന്ന് നമ്മൾ നിർവഹിക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയെ വെല്ലുന്ന ഒരു സൃഷ്ടി. ഇതെല്ലാം മാറ്റി. ഇത് മറ്റൊരു കണ്ടുപിടുത്തമല്ല, ഇത് നമ്മുടെ അവസാനമായിരിക്കാം. എന്താണ് മനുഷ്യനെ ഭൂമിയുടെ ഭരണാധികാരികളാക്കിയത്? അത് ശക്തിയായിരുന്നില്ല, വേഗതയുമായിരുന്നില്ല, ടീം വർക്കുമായിരുന്നില്ല. അത് ബുദ്ധിയായിരുന്നു. പഠിക്കാനും ചിന്തിക്കാനും നമ്മുടെ ലോകത്തെ മാറ്റാനുമുള്ള കഴിവ്. എന്നാൽ നമ്മേക്കാൾ ബുദ്ധിയുള്ള എന്തെങ്കിലും വന്നാലും, ഉറക്കം ആവശ്യമില്ലാത്ത, മറവിയില്ലാത്ത, ശ്രദ്ധ തിരിക്കാത്ത ഒന്ന്, നമ്മളെക്കാളും വേഗത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒന്ന്, അത് മനുഷ്യനേക്കാളും വളർന്നാൽ എന്ത് സംഭവിക്കും? AI ചെറുതായാണ് തുടങ്ങിയത്. ജീവിതം പോലെ തന്നെ സിമ്പിൾ പ്രോഗ്രാമുകൾ, നിയമങ്ങൾ പാലിക്കുന്ന യന്ത്രങ്ങൾ, ഇടുങ്ങിയ ബുദ്ധി. അതിന് പ്രോഗ്രാം ചെയ്ത ജോലികൾക്ക് പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നെ മെഷീൻ ലേണിംഗ് വന്നു, ന്യൂറൽ നെറ്റ്വർക്കുകൾ വന്നു, സെൽഫ് ലേണിംഗ് AI. വെറും 2 ദശാബ്ദങ്ങൾക്കുള്ളിൽ ലളിതമായ ചാറ്റ് ബോട്ടുകളിൽ നിന്നും ആർട്ട് സൃഷ്ടിക്കുന്നതിലേക്കും കോഡ് എഴുതുന്നതിലേക്കും രോഗങ്ങൾ കണ്ടെത്തുന്നതിലേക്കും AI കുതിച്ചു. ഇപ്പോൾ അത് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ വിജയിക്കുകയും സ്വന്തം സിദ്ധാന്തങ്ങൾ സൃഷ്ടിക്കുകയും മനുഷ്യൻ ഇതുവരെ ചിന്തിക്കാത്ത കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്യുന്നു. ഏറ്റവും ഭയാനകമായ AI മുന്നേറ്റം അതിൻ്റെ സ്പീഡല്ല, അത് നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നില്ല എന്നതാണ്. ആധുനിക AI ഇപ്പോൾ വരിയായി പ്രോഗ്രാം ചെയ്യേണ്ടതില്ല, അത് സ്വയം പഠിക്കുന്നു. നമ്മളതിന് ഡാറ്റ നൽകുന്നു, നമ്മളതിനെ പരിശീലിക്കാൻ അനുവദിച്ചു. അത് നമ്മുടെ ക്രിയേഷനും അപ്പുറം ഒന്നായി മാറി. ബുദ്ധിയുടെ ഒരു ബ്ലാക്ക് ബോക്സ്. AI ഇപ്പോഴും ചെറുതാണ്, എന്നാൽ അതല്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കും? AGI 10 വർഷത്തിനുള്ളിൽ ഇവിടെ ഉണ്ടാകുമെന്ന് ചിലർ പറയുന്നു. നമ്മളെപ്പോലെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ബുദ്ധി. AGI വന്നു കഴിഞ്ഞാൽ അത് വികസിക്കുന്നത് നിർത്തില്ല. നമ്മളുടെ കൺട്രോളിനും അപ്പുറം അതെത്താം. ഐൻസ്റ്റീനേക്കാൾ സ്മാർട്ടായ ഒരു AI, പ്രകാശവേഗതയിൽ ചിന്തിക്കാൻ ഉള്ള കഴിവ്. ആരാണതിനെ നിയന്ത്രിക്കുന്നത്? ആരത് തടയും? ഒന്നെങ്കിൽ AI നമ്മെ രക്ഷിക്കും, അല്ലെങ്കിൽ നമ്മെ അവസാനിപ്പിക്കും. AI രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു, വിശപ്പ് അവസാനിപ്പിക്കുന്നു, ക്ലൈമറ്റ് ചേഞ്ച് പരിഹരിക്കുന്നു. ഇനി സൈന്യത്തെ നിയന്ത്രിക്കുന്ന ഒരു AI സങ്കല്പിക്കുക. ആരാണ് ജീവിക്കുന്നത്, ആരാണ് മരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന AI. ഇത് നമ്മുടെ എക്കാലത്തെയും മഹത്തായ കണ്ടുപിടുത്തമാണോ, അതോ മനുഷ്യരാശിയുടെ അവസാനം? ഒരു കാര്യം ഉറപ്പാണ്, AI വളരുന്നു. നമ്മൾ AIയെ ഭയപ്പെടണോ, അതോ അത് സ്വീകരിക്കണോ? ഇത് നിങ്ങളുടെ ഭാവിയെ കാണുന്ന രീതി മാറ്റിയാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം.